എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു റിസർച്ച് ഡേറ്റയിലേക്ക് നോക്കിയിട്ട് കുറെ അക്ഷരങ്ങളും അക്കങ്ങളും അല്ലാതെ മറ്റൊന്നും കാണാതിരുന്നിട്ടുണ്ടോ? ഒരുതരം ആശയക്കുഴപ്പം അല്ലേ? അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾക്ക് വ്യക്തവും ആകർഷകവുമായ ഒരു കഥ കണ്ടെത്താൻ കഴിയുക? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡേറ്റ അവതരണത്തെക്കുറിച്ചാണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഡാറ്റയുടെ ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് തുടങ്ങാം. പിന്നെ നമ്മൾ ടേബിളുകളുടെ കരുത്തും ഗ്രാഫുകളുടെ മാന്ത്രികതയും എന്താണെന്ന് മനസ്സിലാക്കും. എപ്പോൾ ഏതുപയോഗിക്കണമെന്ന് പഠിച്ച ശേഷം നിങ്ങളുടെ ഡാറ്റയുടെ കഥ ഏറ്റവും നന്നായി എങ്ങനെ പറയാമെന്ന് നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതൊരു ഗവേഷകനും നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളിയാണിത്. നമ്മുടെ കയ്യിൽ പ്രോസസ്സ് ചെയ്യാത്ത ഒരുപാട് ഡേറ്റയുണ്ട്. ഒറ്റ നോട്ടത്തിൽ അതൊരു അർത്ഥമില്ലാത്ത ഒന്നായി തോന്നാം, അല്ലേ? വെറും ഒരു ശബ്ദം മാത്രം. ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. എന്താണ് കാണുന്നത്? കുറെ എമ്മും എഫും അല്ലേ? ഇതൊരു നഴ്സിംഗ് കോളേജിലെ അപേക്ഷകരുടെ ജെൻഡർ കാണിക്കുന്ന ഡേറ്റയാവാം. പക്ഷേ ഇങ്ങനെ ചിതറിക്കിടക്കുമ്പോൾ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ശരിയല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതെ, കൃത്യമായി പറഞ്ഞാൽ ഇതാണ് ചോദ്യം. ഈ ഡേറ്റ നമ്മളോട് എന്ത് കഥയാണ് പറയാൻ ശ്രമിക്കുന്നത്? എത്ര പുരുഷന്മാരുണ്ട്? എത്ര സ്ത്രീകളുണ്ട്? എന്തെങ്കിലും ഒരു പാറ്റേൺ കാണുന്നുണ്ടോ? ഇതിനെ ശരിയായി ചിട്ടപ്പെടുത്താതെ നമുക്കൊന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് റിസർച്ച് പ്രോസസ്സിൽ ഡേറ്റ അവതരണം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? നമുക്ക് നമ്മുടെ ആദ്യത്തെ ടൂൾ കിറ്റ് തുറക്കാം. നമ്മൾ സംസാരിക്കുന്നത് ടേബിളുകളെക്കുറിച്ചാണ്, അതായത് പട്ടികകൾ. നിങ്ങൾക്ക് കൃത്യതയും വിശദാംശങ്ങളുമാണ് വേണ്ടതെങ്കിൽ ടേബിളുകളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. വളരെ ലളിതമായി പറഞ്ഞാൽ ടാബുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ ഭംഗിയായി വരികളും നിരകളുമായി ക്രമീകരിക്കുന്നതാണ്. ഒരുപാട് വിവരങ്ങളെ ഒതുക്കി വായിക്കാൻ എളുപ്പമുള്ള രൂപത്തിലാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ജോലി. ആകെ ചിതറിക്കിടക്കുന്ന ഡേറ്റയ്ക്ക് ഒരു ഓർഡർ നൽകുന്നു. ഒരു നല്ല ടേബിൾ എന്ന് പറയുന്നത് വെറുതെ കുറെ കള്ളികളും അക്കങ്ങളും മാത്രമല്ല. അതിലെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ ജോലിയുണ്ട്. എന്തിനെക്കുറിച്ചാണ് ഈ ടേബിൾ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വ്യക്തമായൊരു തലക്കെട്ട് വേണം. കോളങ്ങളുടെയും വരികളുടെയും തലക്കെട്ടുകൾ ഡേറ്റ എന്താണെന്ന് പറഞ്ഞുതരും. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകണമെങ്കിൽ അടിക്കുറിപ്പുകളും വേണം. ഇതെല്ലാം ചേരുമ്പോഴാണ് നമുക്ക് വ്യക്തത കിട്ടുന്നത്. നഴ്സിംഗ് ഗവേഷണത്തിൽ ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഒരു ഫ്രീക്വൻസി ടേബിൾ രോഗികളുടെ പ്രായം പോലെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ ഉപയോഗിക്കാം. അതായത് ഓരോ പ്രായപരിധിയിലും എത്ര രോഗികളുണ്ടെന്ന് കാണിക്കാം. കണ്ടിൻജൻസി ടേബിൾ കുറച്ചുകൂടി ആഴത്തിലുള്ള വിശകലനത്തിന് സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു പുതിയ ചികിത്സ ചെറുപ്പക്കാരിൽ കൂടുതൽ ഫലപ്രദമാണോ അതോ പ്രായമായവരിലാണോ എന്ന് കണ്ടെത്താൻ ഇത് നമ്മളെ സഹായിക്കും. ഓക്കെ, നമ്മൾ കൃത്യതയെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ടൂൾ കിറ്റിലേക്ക് പോകാം. ഇത് ഇംപാക്റ്റിനെക്കുറിച്ചാണ്, അതായത് ദൃശ്യങ്ങളുടെ മാന്ത്രികത. നിങ്ങൾക്ക് ഡാറ്റയുടെ ഒരു വലിയ ചിത്രം കാണണമെങ്കിൽ അല്ലെങ്കിൽ ട്രെൻഡുകൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഗ്രാഫുകളാണ് അതിനുള്ള വഴി. ഈയൊരു വാചകം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായ സംഖ്യകൾ കാണിക്കുക എന്നല്ല, മറിച്ച് ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു താരതമ്യം കാണിക്കുക എന്നതാണെങ്കിൽ ഗ്രാഫുകളാണ് ഏറ്റവും നല്ല ഉത്തരം. സങ്കീർണമായ വിവരങ്ങളെ അത് വളരെ ലളിതമായി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഉദാഹരണത്തിന്, ഒരു ബാർ ഡയഗ്രം എടുക്കാം. വളരെ ലളിതവും ഫലപ്രദവുമാണ്. വിവാഹിതരായവർ, അവിവാഹിതരായവർ, വിവാഹമോചനം നേടിയവർ എന്നിങ്ങനെയുള്ള രോഗികളുടെ എണ്ണം താരതമ്യം ചെയ്യണോ? ഒരു ബാർ ഡയഗ്രം ഒറ്റനോട്ടത്തിൽ ആ താരതമ്യം നമുക്ക് കാണിച്ചുതരും. ഓരോ ബാറും ഓരോ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു. ഇനി നമുക്കിതിനെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്നിലധികം ബാർ ഡയഗ്രം ഉപയോഗിച്ച് രണ്ട് വ്യത്യസ്ത ആശുപത്രികളിലെ രോഗികളുടെ സംതൃപ്തി നമുക്ക് താരതമ്യം ചെയ്യാം. ഇത് കൂടുതൽ ആഴമുള്ള താരതമ്യത്തിന് സഹായിക്കുന്നു. കഥയ്ക്ക് മറ്റൊരു തലം കൂടി നൽകുന്നു. ഇപ്പോൾ ഒരു ഹിസ്റ്റോഗ്രാം കാണുമ്പോൾ ഒരു ബാർ ചാർട്ട് പോലെ തോന്നാമെങ്കിലും ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഇത് രോഗികളുടെ പ്രായം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള തുടർച്ചയായ ഡാറ്റയ്ക്കാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ബാറുകൾക്കിടയിൽ വിടവില്ലാതെ അവ ചേർന്നിരിക്കുന്നത്. അത് ആ ഡാറ്റയുടെ തുടർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ആഹാ, പൈ ചാർട്ട്, ഒരു മൊത്തത്തിലുള്ളതിന്റെ ഭാഗങ്ങൾ കാണിക്കാൻ ഇത് വളരെ നല്ലതാണ്. ഒരു ആശുപത്രിയുടെ ബഡ്ജറ്റ് വിഭജനം ഒന്നാലോചിച്ചു നോക്കൂ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര ശതമാനം വീതം നൽകുന്നു എന്ന് കാണിക്കാൻ പൈ ചാർട്ട് മികച്ചതാണ്. പക്ഷെ ഒരു മുന്നറിയിപ്പ്, ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പൈ ചാർട്ട് ആശയക്കുഴപ്പമുണ്ടാക്കും. ലളിതമായി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചിലപ്പോൾ എവിടെ എന്ന ചോദ്യത്തിനാണ് കഥയിലെ ഏറ്റവും പ്രാധാന്യം. അവിടെയാണ് മാപ്പ് ഡയഗ്രങ്ങൾ വരുന്നത്. ഒരു പ്രത്യേക രോഗം നഗരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമായി കാണുന്നുണ്ടോ?
ആ ഹോട്ട്സ്പോട്ടുകൾ തൽക്ഷണം കാണിച്ചു തരാൻ ഒരു മാപ്പിന് കഴിയും. ഇത് ഡാറ്റയ്ക്കൊരു ഭൂമിശാസ്ത്രപരമായ മുഖം നൽകുന്നു. നിങ്ങളുടെ ഡേറ്റയിലെ ഒരു ഡിറ്റക്റ്റീവ് ആകാൻ താൽപ്പര്യമുണ്ടോ? എങ്കിൽ ഒരു സ്കാറ്റർ പ്ലോട്ട് ഉപയോഗിക്കാം. ഇത് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ സഹായിക്കും. ഉദാഹരണത്തിന്, പ്രായവും രക്തസമ്മർദ്ദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ഡേറ്റ പോയിന്റുകൾ അടയാളപ്പെടുത്തുമ്പോൾ ഡോട്ടുകൾ പൊതുവെ മുകളിലേക്ക് പോകുന്ന ഒരു പാറ്റേൺ കാണുകയാണെങ്കിൽ നമ്മൾ ഒരു തുമ്പ് കണ്ടെത്തിയെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് മികച്ച ടൂൾകിറ്റുകളുണ്ട്. കൃത്യതയ്ക്ക് ടേബിളുകളും ഇംപാക്റ്റിന് ഗ്രാഫുകളും. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? ഇതൊരു യാദൃച്ഛികമായ തിരഞ്ഞെടുപ്പല്ല. നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കഥയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു തന്ത്രപരമായ തീരുമാനമാണിത്. നമുക്കിതിനെ വളരെ ലളിതമായി മനസ്സിലാക്കാം. നിങ്ങൾക്ക് കൃത്യമായ സംഖ്യകൾ കാണിക്കണമെങ്കിൽ ടേബിളുകൾ ഉപയോഗിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു ട്രെൻഡ്, താരതമ്യം അല്ലെങ്കിൽ ഒരു ബന്ധം പെട്ടെന്ന് കാണിക്കണമെങ്കിൽ ഗ്രാഫുകൾ ഉപയോഗിക്കുക. അതായത്, ഓരോ രോഗിയുടെയും കൃത്യമായ രക്തസമ്മർദ്ദം കാണിക്കാൻ ടേബിളാണ് നല്ലത്. എന്നാൽ പ്രായം കൂടുന്തോറും രക്തസമ്മർദ്ദം കൂടുന്നു എന്ന് കാണിക്കാൻ ഒരു ഗ്രാഫ് ആ കഥ കൂടുതൽ ശക്തമായി പറയും. നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഡേറ്റ അവതരണം എന്നത് കാര്യങ്ങൾ ഭംഗിയാക്കുക മാത്രമല്ല, അതിന്റെ പ്രധാന ലക്ഷ്യം ആശയവിനിമയമാണ്. നിങ്ങളുടെ കണ്ടെത്തലുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനം. ശരിയായ അവതരണ രീതി ഒരത്ഭുതം പ്രവർത്തിക്കും. അത് അസംസ്കൃത ഡാറ്റയെ ശക്തമായ ഒരു കഥയാക്കി മാറ്റുന്നു. നിങ്ങളുടെ ഗവേഷണത്തിന് ഒരു ശബ്ദം നൽകുന്നു. നിങ്ങളുടെ ഡാറ്റയെ വെറുമൊരു അക്കങ്ങളുടെ പട്ടികയിൽ ഒതുക്കാതെ ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കഥയാക്കി അത് മാറ്റുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഗവേഷണത്തിന് ഒരു കഥ പറയാനുണ്ട്. സ്ക്രീനിലെ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. അത് പറയാൻ നിങ്ങൾ ഏത് ഉപകരണം തിരഞ്ഞെടുക്കും? അടുത്ത തവണ നിങ്ങൾ ഡേറ്റയുമായി ഇരിക്കുമ്പോൾ ഈ ചോദ്യം സ്വയം ചോദിക്കുക. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഉപകരണം നിങ്ങളുടെ ജോലിയുടെ സ്വാധീനം നിർണ്ണയിക്കും.